ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രോഷേ ചെയ്യാൻ പോകുന്ന ഇത് മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ മെഷ് ബാഗാണ്. കോട്ടൺ യാണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. 3.0 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട്, ചെയിൻ 1, 2, 3, 4, 5, 6, 7, 8. ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. യാണിത് ഇതേപോലെ ചേർത്ത് പിടിക്കാം. റൗണ്ട് 1, ചെയിൻ 1, 2, 3, സർക്കിളിനുള്ളിൽ 15 DC. ടോട്ടൽ 3 ചെയിൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 DC ആണ് വേണ്ടത്. 1, 2, 3, 4, 5, 14, 15. 3 ചെയിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 16 DC ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. 1, 2, 3, തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതൊന്ന് വലിക്കാം. റൗണ്ട് ചെയിൻ 1, 2, 3, same space, 1 DC, next chain, 1 DC, same chain, second double crochet, next chain DC, next chain DC. 2 DC, 2 DC, എല്ലാ ചെയിനിലും 2 DC വീതം ചെയ്യാം. ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് 1 DC, സെക്കൻഡ് DC, 1, 2, 3, തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. Next round, chain 1, 2, 3, same chain, 1 double crochet. Next chain, 1 DC, next chain, 2 double crochet, 1 double crochet, same chain, 1 more double crochet. Next chain, 1 double crochet, next chain, 2 DC, 1 DC, same chain, 1 more DC, next chain, 1 DC. ഈ ഒരു റൗണ്ട് 3 ചെയിൻ DC, next chain 1 DC, next chain 2 DC, 1 DC. ഇതേപോലെ നമുക്ക് ചെയ്യാം. റൗണ്ട് ഫുള്ളും ഇതേപോലെ ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് 2 DC, 1 DC, chain 1, 2, 3, third chain slip stitch. Next round, chain 1, 2, 3, same chain DC, next chain, next chain DC,
next chain DC, next chain 2 double crochet, 1 and 2, next chain 1 DC, next chain 1 DC, next chain 2 double crochet, 1, same chain 1 more DC, 2 DC, next 1 DC, 1 DC. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. 2 DC, 1 DC, 1 DC കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. ഈ റൗണ്ട് ലാസ്റ്റ് 1 DC, second DC, chain 1 2 3, third chain, slip stitch. Next round, next chain slip stitch. ഈ ഒരു സ്പേസിൽ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ചെയിൻ 1 2 3 4 5 6 ചെയിൻസ്. ഫസ്റ്റ് ചെയിൻ സിംഗിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കും. സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിൻ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 4 5, skip 1 chain, next chain single crochet, chain 1 2 3 4 5, skip 1 chain, next chain single crochet. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3 4 5, ഈ റൗണ്ട് ലാസ്റ്റ് skip 1 chain, next chain single crochet, chain 1 2, chain 2 DC, ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്യാം. ഈ ഫസ്റ്റ് ചെയിനിൽ ഫസ്റ്റ് ചെയിൻ നമ്മൾ സിംഗിൾ ക്രോഷേ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. നമുക്ക് ഈ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ചെയിൻ 1 2 3 4 5 6. ഈ എല്ലാ റൗണ്ടിലും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ 6 ചെയിൻസ് ചെയ്യണം. ഫസ്റ്റ് ചെയിൻ സിംഗിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് മിഡിലിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 4 5 5 ചെയിൻ, നെക്സ്റ്റ് അഗെയിൻ 5 ചെയിൻ മിഡിലിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 5 മിഡിലെ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ഇതേപോലെ എത്ര വലുപ്പത്തിലാണ് ഈ മെഷ് ബാഗ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് ചെയ്തിട്ട് വരാം. ഈ മെഷ് ബാഗ് ഞാനിപ്പം ഇത്രയും വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് കുറച്ചും കൂടി ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയും വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് വലുതാക്കാവുന്നതാണ്. ചെയിൻ 2, ഫസ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷേ, ഇനി എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്പേസിൽ നെക്സ്റ്റ് റൗണ്ട് ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഈ സ്പേസിൽ സെക്കൻഡ് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഈ ഒരു സ്പേസിൽ, അതായത് ഈ ജോയിൻറ്റിൻ്റെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ. ഈ ഒരു സ്പേസിൽ 3 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്തേക്കണേ. ഈ 5 ചെയിൻ്റെ സ്പേസിൽ 4 സിംഗിൾ ക്രോഷേ ചെയ്യും. 1 2 3 4. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ ഈ സിംഗിൾ ക്രോഷയുടെ ടോപ്പിലായിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് 5 ചെയിൻ്റെ സ്പേസിൽ 4 സിംഗിൾ ക്രോഷേ. 4 സിംഗിൾ ക്രോഷേ, 5th വൺ ഇതിനുള്ളിൽ. നമ്മൾ ഇങ്ങനെ ചെയ്യണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാണിന് കുറച്ച് കട്ടി കൂടുതലാണ്. ഇത് കോട്ടൺ യാണാണ്, അതുകൊണ്ട് മാത്രമാണ്
ഇതിനകത്ത് നമ്മൾ ഈ 4 സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. മെഷ് ചെയ്യുന്നതിനായിട്ട് കോട്ടൺ യാൺ എടുക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ കോട്ടൺ യാൺ ആകുമ്പോൾ ഇത് ഇത്ര മാത്രമേ വലിയുള്ളൂ. വേറെ അക്രലിക് യാൺസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് വലിയുന്നതായിരിക്കും. ഈ റൗണ്ട് ലാസ്റ്റ് ഈ ഒരു സ്പേസിൽ 2 സിംഗിൾ ക്രോഷേസ്, ഹാഫ് DC, സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. ഈ ഒരു സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് ആണ്. നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് സ്പേസ് സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ 4 ചെയിനിൽ 4 DC ചെയ്യണം. ചെയിൻ 1 2 3, ഇത് 1 DC ആയിട്ടാണ് കണക്കാക്കുന്നത്. ചെയിൻ 1 2 3, നെക്സ്റ്റ് ചെയിൻ DC, നെക്സ്റ്റ് ചെയിൻ DC, next chain DC, next chain DC, ഈ ഒരു ചെയിനിലും DC. 1 2 3 4 5, 3 ചെയിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 DC ആണ്. ചെയിൻ 1 2, ഫ്ലിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെയിൻ DC, next chain DC, next chain DC, next chain DC. ഇതേപോലെ എത്ര ലെങ്ത് ആണ് നമ്മുടെ ഈ ഹാൻഡിലിന് വേണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ ഹാൻഡിൽ ചെയ്യാം. ചെയിൻ 1 2, ക്ലിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെയിൻ 1 DC, സെക്കൻഡ് DC, തേർഡ് DC, four, DC. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും ചെയ്തിട്ട് ഇത് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. 1 ഈ ഒരു ഇത് കൂട്ടാണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്യണില്ല. 1 2 3 4 5 6, 7th ഇവിടെ ഇത് ജോയിൻ ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഈ ഒരു സ്പേസും ചെയ്യാം. ഇപ്പം ഞാനിവിടെ സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള, നമുക്ക് എത്ര ലെങ്ത് ആണ് നമ്മുടെ ഈ സ്ട്രാപ്പിന് വേണ്ടെങ്കിൽ അത്രയും നമുക്ക് ലെങ്ത്തിൽ നമുക്ക് സ്ട്രാപ്പ് എടുക്കാം. അതിനുശേഷം ഇവിടുന്ന് 1 2 3 4 5 6 7, 7th വണ്ണിലാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ട. ഈ സ്ട്രാപ്പ് തമ്മിൽ ഇവിടെ നമ്മൾ ഒരു ചെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ചെയിനും ഈ ഒരു ചെയിനും ഇതുകൂടെ ചേർത്ത് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാം. ടൈറ്റ് ആക്കി എടുക്കണം ഈ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ചെയിൻ, സ്ട്രാപ്പിലെ ചെയിൻ, നെക്സ്റ്റ് ഈ ബാഗിലെ ചെയിൻ ചേർത്ത് വീണ്ടും സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിൻ, ബാഗിലെ ചെയിൻ,
single crochet, next chain, single crochet, next chain, ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇതിരിക്കും. ഇത് ലാസ്റ്റ് വണ്ണാണ്. ഈ ലാസ്റ്റ് ചെയിനും കൂടെ ചേർത്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ 1 യാൺ കട്ട് ചെയ്യാം. ഇവിടെ ഈ മെഷ് ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയി.